ഹലോ, നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനെ പറ്റിയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ചില തിയറി ഭാഗങ്ങളാണ് പഠിപ്പിക്കുക. ഏറ്റവും ആദ്യമായി എന്താണ് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അഥവാ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് നോക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ refers to the organization that are used for the welfare of the society and are set up as charitable institution which functions without any profit motive. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാൽ ടു ദ ഓർഗനൈസേഷൻ ദാറ്റ് ആർ ഏത് സ്ഥാപനങ്ങളാണോ യൂസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗപ്പെടുകയും ആൻഡ് ആർ സെറ്റപ്പ് ആസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായി രൂപപ്പെടുകയും വിച്ച് ഫങ്ഷൻസ് വിത്തൗട്ട് എനി പ്രോഫിറ്റ് മോട്ടീവ് ലാഭം ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള ഓർഗനൈസേഷനുകളെ അഥവാ സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പം ലാഭം ലക്ഷ്യമല്ലാതെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായി രൂപപ്പെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപകാരപ്പെടുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അടുത്തത് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ടിംഗ് റെക്കോർഡുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഏറ്റവും ആദ്യമായി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, രണ്ടാമതായി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്നാമതായി ബാലൻസ് ഷീറ്റ്. ഇവ മൂന്നെണ്ണമാണ് ഒരു നോട്ട് ഫോർ മേക്കിംഗ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ബുക്കുകൾ. അതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ. ഒരു അക്കൗണ്ടിംഗ് ഇയറിൻ്റെ അവസാനമാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. അതായത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തേക്കുന്ന കാശിൻ്റെ വരവുകളെയും പോക്കുകളെയും അതായത് ക്യാഷ് റെസിപ്റ്റുകളെയും ക്യാഷ് പേയ്മെൻറ്റുകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ അണ്ടർ വേരിയസ് ഹെഡ്സ്. അതായത് പല ഹെഡുകളിൽ നിന്നുണ്ടായേക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ്റെയും ബാങ്ക് ട്രാൻസാക്ഷൻ്റെയും സമ്മറിയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു അക്കൗണ്ടിംഗ് ഇയറിൻ്റെ അവസാനമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്യാഷ് റെസിപ്റ്റിൻ്റെയും ക്യാഷ് പേയ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ്റെ സമ്മറി ആയിരിക്കും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അടുത്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അക്കൗണ്ടിംഗ് ഇയർ. ഒരു അക്കൗണ്ടിംഗ് ഇയറിലെ വരുമാനങ്ങളുടെയും ചെലവുകളുടെയും സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ് ഇൻ ദ കേസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ അക്രൂവൽ ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കൂട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്തത് ഇറ്റ് ഇൻക്ലൂഡ് ഓൺലി റവന്യൂ ഐറ്റംസ് ആൻഡ് ദ ബാലൻസ് അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അതായത് ഇതിനകത്ത് റവന്യൂ റെസിപ്റ്റുകളും റവന്യൂ എക്സ്പെൻഡിച്ചറുകളും അതായത് റവന്യൂ ഐറ്റങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇൻകങ്ങളും എക്സ്പെൻസുകളും മാത്രമേ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്തുണ്ടായിരിക്കുന്ന വ്യത്യാസം ശരിക്കും ലാഭമോ നഷ്ടമോ ആയിരിക്കും. നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ ലാഭത്തെ മിച്ചം അഥവാ സർപ്ലസ് എന്നും നഷ്ടത്തെ ഡെഫിസിറ്റ് എന്നും പറയപ്പെടുന്നു. അതുമാത്രമല്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് കൂടി ആണ്. അടുത്തത് ബാലൻസ് ഷീറ്റ്. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് നോക്കാം. നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർഡ് ബാലൻസ് ഷീറ്റ് ഫോർ അസർട്ടൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ സാമ്പത്തികമായ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്.
The preparation of their balance sheet is on the same pattern as that of business entity. അതായത് ഒരു ബിസിനസ് സംരംഭം ബാലൻസ് ഷീറ്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനെപ്പോലെ തന്നെയാണ് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുകളും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഷോസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. വർഷാവസാനം ഉണ്ടായിരിക്കുന്ന ആസ്തികളും ബാധ്യതകളുമാണ് ഇതിനകത്ത് കാണിക്കുക. അസറ്റ് ആർ ഷോൺ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഷോൺ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അതായത് അസറ്റുകൾ വലത്തുവശത്തും ലയബിലിറ്റികൾ ഇടതുവശത്തുമായിരിക്കും രേഖപ്പെടുത്തുക. അടുത്ത ചില സ്പെസിഫിക് ടേംസ് ആണ്. അതിലൊന്നാമത്തെയാണ് ഡൊണേഷൻ. ഡൊണേഷൻ അഥവാ ദാനം. ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം സം പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ. അതായത് കാശായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവകകളായിട്ടോ ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്നോ ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്നോ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നോ നമുക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡൊണേഷൻ. ഇറ്റ് അപ്പിയർ ഓൺ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഇറ്റ് ഈസ് അപ്പിയർ ഓൺ ദ റെസിപ്റ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിലാണ് ഡൊണേഷനുകൾ സാധാരണഗതിയിൽ കാണിക്കുക. ഡൊണേഷൻ ക്യാൻ ബി സ്പെസിഫിക് പർപ്പസ് ഓർ ഫോർ ജനറൽ പർപ്പസ്. ഡൊണേഷനുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. അത് ഒന്നെങ്കിൽ സ്പെസിഫിക് പർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ആയിരിക്കാം. അപ്പോൾ ഡൊണേഷൻ എന്താണ് എന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്നോ വ്യക്തിയുടെ കയ്യിൽ നിന്നോ കാശായിട്ടോ വസ്തുവായിട്ടോ നമുക്ക് സമ്മാനം കിട്ടുകയാണെങ്കിൽ അതിനെ ഡൊണേഷൻ എന്ന് പറയാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിലാണ് ഡൊണേഷൻ സാധാരണഗതിയിൽ കാണിക്കുക. ഡൊണേഷൻ സ്പെസിഫിക് പർപ്പസിനോ ജനറൽ പർപ്പസിനോ വേണ്ടിയാകാം. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഡൊണേഷൻ രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു, സ്പെസിഫിക് ഡൊണേഷനും ജനറൽ ഡൊണേഷനും. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ ദാനം നൽകുകയാണ്. സപ്പോസ് ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നു. അതൊരു സ്പെസിഫിക് ഡൊണേഷനാണ്. എന്ത് കാര്യത്തിനാണെന്ന് കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഡൊണേഷനുകളുടെ തുക ചെറുതായാലും ശരി വലുതായാലും ശരി അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുക ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിച്ചിരിക്കണം. എന്നാൽ ജനറൽ ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാനം നൽകുകയാണ്. അത് ഏതിന് വേണ്ടി ഏത് പർപ്പസുകൾക്ക് വേണ്ടി വേണം സ്ഥാപനത്തിൽ ഉപയോഗിക്കാം. സ്പെസിഫിക് പർപ്പസുകൾക്കൊന്നുമല്ല, നമ്മൾ ചുമ്മാ ദാനം കൊടുക്കുന്നു. അത് എന്ത് പർപ്പസിന് വേണ്ടി വേണേലും നമുക്ക് ഉപയോഗിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലായിരിക്കും കാണിക്കുക. അപ്പോൾ വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്, ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നോ കാശോ അല്ലെങ്കിൽ വല്ല വസ്തുവകകളോ ഗിഫ്റ്റായി സമ്മാനമായി കിട്ടുകയാണെങ്കിൽ അതിനെ ഡൊണേഷൻ എന്ന് പറയും. ഡൊണേഷൻ സാധാരണഗതിയിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിലായിരിക്കും കിട്ടുമ്പോൾ കാണിക്കുക. ഡൊണേഷനുകൾ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയോ ജനറൽ പർപ്പസിന് വേണ്ടിയോ ഉണ്ടാകും. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഡൊണേഷൻ എന്നറിയപ്പെടുകയും അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യണം. ജനറൽ ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പർപ്പസിന് വേണ്ടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡൊണേഷനുകളെ പറഞ്ഞ പേരാണ് ജനറൽ ഡൊണേഷൻ. ഇത് തുടർച്ചയായി ഒരു സ്ഥാപനത്തിന് കിട്ടുന്നതായതുകൊണ്ട് തന്നെ ഇതിനെ ഇൻകമായി ട്രീറ്റ് ചെയ്യുകയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കുകയും ചെയ്യും. അടുത്തത് ലെഗസീസ്. ലെഗസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായി നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതിനെ പറഞ്ഞ പേരാണ് ലെഗസീസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. അതായത് മരിച്ചു പോയ ഒരു വ്യക്തി, അയാളെ പറഞ്ഞ പേരാണ് ഡിസീസ്ഡ് പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടദാനമായി ഏതെങ്കിലും എമൗണ്ടുകളോ അല്ലെങ്കിൽ വസ്തുവകളോ കിട്ടുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ലെഗസീസ്. It appear on the receipt side of receipt and payment account and it is directly added to the capital fund or general fund in the balance sheet because it is not of recurring nature. അതായത് ശരിക്കും പറഞ്ഞാൽ ലെഗസീസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ കാണിക്കുമെങ്കിലും ഇത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുകയോ, ക്യാപിറ്റൽ ഫണ്ട് എന്ന് വെച്ചാൽ ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ജനറൽ ഫണ്ടിനകത്ത് കാണിക്കുകയോ ചെയ്യും. എന്നാൽ ഈ ലെഗസീസ് ആയി നമ്മൾക്ക് കിട്ടുന്ന ഇഷ്ടദാനമായി കിട്ടുന്ന തുകകൾ വളരെ ചെറുതാണ് എങ്കിൽ അതിനെ ഇൻകമായി ട്രീറ്റ് ചെയ്യുകയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കുകയും ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം, ലെഗസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യ സ്വത്തുക്കൾ എന്നാണ് അർത്ഥം.
അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിയുകയാണെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ പ്രോപ്പർട്ടി നമ്മളുടെ കൈവശം വന്നു ചേരുകയാണെങ്കിൽ അതിനെ ലെഗസി എന്ന് പറയും. ഈ ലെഗസീസ് സാധാരണഗതിയിൽ നേരെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ലെഗസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റലിനോടൊപ്പം, അതായത് ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യും. ഇനി ഈ ലെഗസിയായി കിട്ടുന്ന തുക ചെറിയ തുകകളാണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാറില്ല, പകരം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കും. അതിന് പിന്നിലുള്ള കാരണം മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മെറ്റീരിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാധാന്യമുള്ള സാധനങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫിക് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ എമൗണ്ടുകളാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ ലെഗസീസ് കാണിക്കുന്നത്. വലിയ തുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ലെഗസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യാം. അടുത്തൊരു ടേമാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ആജീവനാന്ത അംഗത്വ സംഖ്യ അല്ലെങ്കിൽ ആജീവനാന്ത വരി സംഖ്യ എന്ന് പറയും. സം മെമ്പേഴ്സ് പ്രിഫേഴ്സ് ടു പേ ലംപ് സം എമൗണ്ട് ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് പീരിയോഡിക് സബ്സ്ക്രിപ്ഷൻ. അതായത് ചില ആൾക്കാർക്ക് ഒന്നിച്ച് കാശ് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അതായത് മാസം മാസം കാശ് കൊടുക്കുന്നതിന് പകരം ഒന്നിച്ചുള്ള എമൗണ്ടുകൾ എന്ത് ചെയ്യും, കൊടുക്കും. Such amount is treated as capital receipt and credited directly to the capital or general fund. അതായത് അത്തരത്തിൽ ഒന്നിച്ച് കിട്ടുന്ന ഫണ്ടുകൾ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയി ട്രീറ്റ് ചെയ്യുകയും അതിനെ ക്യാപിറ്റൽ ഫണ്ടായിട്ടിൻ്റെ കൂടോ ജനറൽ ഫണ്ടിൻ്റെ കൂടോ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കൃത്യമായി പറയാം. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആജീവനാന്ത അംഗത്വ സംഖ്യയാണ്. ഇതൊരു മെമ്പറുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ മാത്രമേ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഒരിക്കലും ഒരു റെക്കറിംഗ് നേച്ചർ ആകണമെന്നില്ല. എന്താണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്നത് നോക്കാം. ചില വ്യക്തികൾക്ക് മാസാമാസമുള്ളതോ അല്ലെങ്കിൽ വർഷാവർഷമുള്ളതോ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷനുകൾക്ക് വേണ്ടി കാശ് കൊടുക്കുന്നതിന് പകരം അവർ ഒന്നിച്ച് ഒറ്റ തവണയായിട്ട് എന്ത് ചെയ്യും, ഈ കാശുകൾ കൊടുക്കും. അതിനെ പറയുന്ന പേരാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ക്യാപിറ്റൽ ഫണ്ടിലോ ജനറൽ ഫണ്ടിലോ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതിനർത്ഥം ഇത്രയും മാത്രമാണ്, ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന എവിടെ ആയിരിക്കും നമ്മൾ സാധാരണയിൽ കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് കാണിക്കണം. അടുത്താണ് എൻട്രൻസ് ഫീസ്, അംഗത്വ സംഖ്യ. എൻട്രൻസ് ഫീസ് ആൾസോ നോൺ ആസ് അഡ്മിഷൻ ഫീസ് ഈസ് പെയ്ഡ് ഓൺലി വൺസ് ബൈ ദ മെമ്പർ അറ്റ് ദ ടൈം ഓഫ് ബിക്കമിങ് എ മെമ്പർ. അതായത് ഒരു അംഗം അദ്ദേഹം അംഗമാകുന്ന സമയത്ത് ഒരിക്കൽ മാത്രം അടയ്ക്കുന്ന തുകയാണ് എൻട്രൻസ് ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ്. സാധാരണഗതിയിൽ ഇതിനെ ഒരു റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് സാധാരണഗതിയിൽ എൻട്രൻസ് ഫീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലായിരിക്കും കാണിക്കുക. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസുകൾ വല്ലതും ഉണ്ട് എങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിലോ ജനറൽ ഫണ്ടിലോ ആഡ് ചെയ്യണം. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇത്രയും ഉള്ളൂ എൻട്രൻസ് ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എൻട്രൻസ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിലെ മെമ്പർ ആകുന്ന സമയത്ത് അടയ്ക്കുന്ന തുകയെ പറയുന്ന പേരാണ് എൻട്രൻസ് ഫീസ് അഥവാ അഡ്മിഷൻ ഫീസ്. സാധാരണഗതിയിൽ ഈ എൻട്രൻസ് ഫീസ് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലായിരിക്കും കാണിക്കുക. എന്നാൽ എൻട്രൻസ് ഫീസ് ക്യാപിറ്റലൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ വല്ലതും എൻട്രൻസ് ഫീസിന് മുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കേണ്ട, നേരെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിച്ചിരിക്കുക എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞു. അടുത്തതാണ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. അതായത് പഴയ ആസ്തികൾ വല്ലതും വിൽക്കുകയാണെങ്കിൽ റെസിപ്റ്റ് ഫ്രം ദ സെയിൽ ഓഫ് ആൻ ഓൾഡ് അസറ്റ് അപ്പിയർ ഇൻ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് സോൾഡ്. അതായത് ഏത് കൊല്ലമാണോ ഈ പഴയ ആസ്തികൾ വിറ്റഴിക്കുന്നത് ആ കൊല്ലത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിലായിരിക്കും ഇത് കാണിക്കുക. ബട്ട് എനി ഗെയിൻ ഓർ ലോസ് ഓൺ ദ സെയിൽ ഓഫ് അസറ്റ് ഈസ് ടേക്കൺ ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ദി ഇയർ. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് മാത്രമേ കാണിക്കുകയുള്ളൂ, ഈ അസറ്റ് വിറ്റയിൽ നിന്നുണ്ടായിരിക്കുന്ന ലാഭങ്ങളോ നഷ്ടങ്ങളോ മാത്രം. ഒന്നും കൂടെ ഞാൻ കൃത്യമായി പറയാം. ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അവിടെ കുറേ പഴയ ഫർണിച്ചറുകളൊക്കെ കിടക്കുകയാണ്. സപ്പോസ് അതൊരു 5000 രൂപയുടെ ഫർണിച്ചർ ആയിരുന്നു എന്നിരിക്കട്ടെ. ഈ 5000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ 4000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഈ വിറ്റ 4000 രൂപ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ കാണിക്കും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇതിനകത്തുള്ള ലാഭമോ നഷ്ടമോ മാത്രമേ കാണിക്കുകയുള്ളൂ. അതായത് 5000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ 4000 രൂപയ്ക്കാണ് വിറ്റത് എങ്കിൽ 1000 രൂപ നഷ്ടം. ഈ നഷ്ടമായ തുക മാത്രമായിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. കാരണം നഷ്ടമായതുകൊണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിച്ചു, ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. എന്നാൽ ഈ 5000 രൂപയുടെ സാധനം 6000 രൂപയ്ക്ക് വിറ്റു എന്നിരിക്കട്ടെ, എന്നാൽ ഈ വിറ്റ തുക റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ കാണിക്കും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ അതിനകത്തുണ്ടായിരിക്കുന്ന ലാഭമായിട്ടുള്ള 1000 രൂപ മാത്രമേ
കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. സെയിൽ ഓഫ് ഓൾഡ് അസറ്റുകൾ വല്ലതും വിൽക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ലാഭമോ നഷ്ടമോ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. അടുത്തത് സെയിൽ ഓഫ് പീരിയോഡിക്കൽസ്. പീരിയോഡിക്കൽസ് എന്ന് വെച്ചാൽ ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിൽ ചിലപ്പോൾ പത്രങ്ങളോ മാസികകളോ ഒക്കെ വരുത്തിയേക്കാം. അത്തരത്തിലുള്ള ഈ മാഗസിനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിൽക്കും. അതിനെ പറയുന്ന പേരാണ് സെയിൽ ഓഫ് പീരിയോഡിക്കൽ. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഐറ്റംസ് ഓഫ് റെക്കറിംഗ് നേച്ചർ ആൻഡ് ഷോൺ ഓൺ ദ ഇൻകം സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ പീരിയോഡിക്കൽസുകളൊക്കെ വിൽക്കുകയാണെങ്കിൽ, അതായത് ഇത്തരത്തിൽ പത്രങ്ങളോ മാസികളോ ഒക്കെ വിറ്റ് കിട്ടുന്ന കാശുകൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിച്ചിരുന്നാൽ മാത്രം മതി. അടുത്തതാണ് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ. സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് ഈസ് ദ റെഗുലർ ഫീച്ചർ വിത്ത് എനി സ്പോർട്സ് ക്ലബ്. ഏതൊരു സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോർട്സ് മെറ്റീരിയൽ വിൽക്കുക എന്ന് പറയുന്നത് റെഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിച്ചിരുന്നാൽ മതി. അടുത്താണ് പേയ്മെന്റ് ഓഫ് ഹോണറേറിയം. എന്താണ് ഹോണറേറിയം എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ടു ദ പേഴ്സൺ ഹു ഈസ് നോട്ട് ദ റെഗുലർ എംപ്ലോയി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളി അല്ലാതുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ കാശ് വല്ലതും നൽകുകയാണെങ്കിൽ, അയാൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി കാശുകൾ വല്ലതും നൽകുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോണറേറിയം. ഒന്നും കൂടെ ഹോണറേറിയം പറയാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ടു ദ പേഴ്സൺ ഹു ഈസ് നോട്ട് ദ റെഗുലർ എംപ്ലോയീസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മളുടെ സ്ഥാപനത്തിലെ സ്ഥിര തൊഴിലാളി ആയിട്ടുള്ള വ്യക്തി അല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തതിൻ്റെ ഭാഗമായി തുകകൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോണറേറിയം. സ്ഥിരം തൊഴിലാളികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ സാലറി എന്ന് പറയും. അതിന് ഉദാഹരണമാണ് പേയ്മെന്റ് ടു ആൻ ആർട്ടിസ്റ്റ് ഫോർ ഗിവിംഗ് പെർഫോമൻസ് അറ്റ് ദ ക്ലബ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോണറേറിയം. അതായത് ഏതെങ്കിലും ഒരു സിനിമ നടനോ നടിയോ വന്ന് നമ്മുടെ ക്ലബിൽ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, ഹോണറേറിയം ആയിരിക്കും. ദിസ് പേയ്മെന്റ് ഓഫ് ഹോണറേറിയം ഈസ് ഷോൺ ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇത്തരത്തിലുള്ള തുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിലായിരിക്കും കാണിക്കുക. അടുത്തത് നമ്മൾ നോക്കേണ്ടത് എൻഡോമെന്റ് ഫണ്ടിനെ പറ്റിയാണ്. എന്താണ് എൻഡോമെന്റ് ഫണ്ട് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫണ്ട് എറേസിംഗ് ഫ്രം ദ റിക്വസ്റ്റ് ഓർ ഗിഫ്റ്റ് ദ ഇൻകം ഓഫ് വിച്ച് ഈസ് ഡിവോട്ടഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഹെൻസ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് ആൻ ഐറ്റം ഓഫ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. അതായത് സംഭവം ഇത്രയുള്ളൂ. എൻഡോമെന്റ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തുക ഒരു സ്ഥാപനത്തിന് നൽകുന്നു. ആ സ്ഥാപനം അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശകൾ വല്ലതും എടുത്ത് ചിലവാക്കുന്നു എങ്കിൽ ഇത്തരത്തിൽ നൽകുന്ന തുകയെ പറയുന്ന പേരാണ് എൻഡോമെന്റ് ഫണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു മോസ്ക് വാട്ട് മേ ബി, അവിടത്തേക്ക് ഞാൻ ഒരു 10 ലക്ഷം രൂപ അന്നദാനത്തിന് വേണ്ടി നൽകുന്നു. അതായത് എല്ലാ മാസവും 1-ാം തീയതിയിലെന്ന് അന്നദാനം നടത്തിയിരിക്കണം. അപ്പോൾ ഈ 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ കൊണ്ട് ചെന്ന് നിക്ഷേപിക്കും. ഈ അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ മോസ്കിൻ്റെയോ പേരിൽ ഞാൻ ബാങ്കിൽ കൊണ്ട് ചെന്ന് നിക്ഷേപിക്കും. എന്നിട്ട് അതിൻ്റെ പലിശ എടുത്തിട്ട് ഓരോ മാസവും ഈ പറയുന്നതിൻ്റെ കൂട്ട് എനിക്ക് വേണ്ടി അന്നദാനം നടത്തണം. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ബാങ്കിൽ കൊണ്ട് ചെന്ന് നിക്ഷേപിച്ചേക്കുന്ന ഫണ്ടിനെ പറയുന്ന പേരാണ് എൻഡോമെന്റ് ഫണ്ട്. അപ്പം ഈ എൻഡോമെന്റ് ഫണ്ട് പ്രത്യേകതയാണ്, ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇൻകം, അതായത് ഇവിടുത്തെ പലിശ ആയിരിക്കണം നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കേണ്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നൽകുന്ന ഫണ്ടിനെ പറയുന്ന പേരാണ് എൻഡോമെന്റ് ഫണ്ട്. ഈ എൻഡോമെന്റ് ഫണ്ട് ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ടായിട്ട് തന്നെ കാണിച്ചിരിക്കണം. അടുത്താണ് ഗവൺമെന്റ് ഗ്രാന്റ്. ദ റെക്കറിംഗ് ഗ്രാന്റ് ഇൻ ദ ഫോം ഓഫ് മെയിൻ്റനൻസ് ഗ്രാന്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മെയിൻ്റനൻസ് ഗ്രാന്റ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തുടർച്ചയായ ഗ്രാൻറ്റുകൾ വല്ലതും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതിനെ ഗവൺമെൻറ് ഗ്രാന്റ് എന്ന് പറയുകയും അത് റവന്യൂ റെസിപ്റ്റ് ആയിരിക്കുകയും അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം, ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ മേശയും ബെഞ്ചും ഒക്കെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രാൻറ്റുകൾ നൽകുന്നു. അത് ഓരോ കൊല്ലവും കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് റെക്കറിംഗ് നേച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു റവന്യൂ റെസിപ്റ്റായി കണക്കാക്കുകയും അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യാം.
എന്നാൽ ഏതെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ്, ഉദാഹരണം ബിൽഡിംഗ് ഗ്രാൻഡ്, അതായത് ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി വല്ലതും ഗ്രാൻഡ് കൊടുത്തു, അല്ലെങ്കിൽ മെഷീനറി വാങ്ങിക്കുന്നതിന് വല്ലതും ഗ്രാൻഡ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അതിനൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കാണിക്കുകയും ഈ പറയുന്ന ബിൽഡിംഗ് ഫണ്ട് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മെഷീനറി ഫണ്ട് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം. അതായത് അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ബിൽഡിംഗ് ഫണ്ട് അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ മെഷീനറി ഫണ്ട് അക്കൗണ്ടെന്നോ ഒക്കെ പറഞ്ഞ് കൊടുത്തിരിക്കും. അതിനകത്തോട്ട് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കണക്കുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ എയിം ചെയ്യുന്നത് കുറേ ടേംസിനെ പറ്റിയുള്ളൊരു പരിചയപ്പെടുത്തലാണ്. അടുത്തതാണ് സ്റ്റേഷനറി. നോർമലി എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ സ്റ്റേഷനറി consumable items are charged to the income and expenditure account. സാധാരണഗതിയിൽ ഈ സ്റ്റേഷനറി എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല, നേരെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അങ്ങ് കാണിക്കുകയേ ഉള്ളൂ. എന്നാൽ ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ദാറ്റ് ഈസ് ഓപ്പണിംഗ് ആൻഡ് ഓർ ക്ലോസിംഗ് ഈസ് ഗിവൺ, ദ അപ്രോച്ച് വുഡ് ബി മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെന്റ് ഇൻ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ആൻഡ് വർക്ക് ഔട്ട് ദ കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി കൺസ്യൂംഡ് ആൻഡ് ഷോൺ ദാറ്റ് എമൗണ്ട് in income and expenditure account and its stock in the balance sheet. അതായത് ഇവിടെ സംഭവമൊന്നുമില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നോർമലി സ്റ്റേഷനറി എന്ന് പറയുന്നൊരു ഐറ്റം തരികയാണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ, അതായത് എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ അങ്ങ് കാണിച്ചു. എന്നാൽ ചോദ്യത്തിൽ ഓപ്പണിംഗ് സ്റ്റേഷനറിയും ക്ലോസിംഗ് സ്റ്റേഷനറിയും എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ കൂട്ട് പർച്ചേസ് ഓഫ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലൊക്കെ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റഡ് പർച്ചേസിൻ്റെ കൂട്ടക്കാണ്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, ഓപ്പണിംഗ് സ്റ്റേഷനറിയോടൊപ്പം പർച്ചേസ് ചെയ്തേക്കുന്ന സ്റ്റേഷനറി ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റേഷനറി ലെസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന തുകയായിരിക്കണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക. അതായത് ഞാൻ ഒന്നും കൂടെ പറയാം, സാധാരണഗതിയിൽ സ്റ്റേഷനറി എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ കാണിക്കണം. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ചോദ്യത്തിൽ ഓപ്പണിംഗ് സ്റ്റേഷനറിയും ക്ലോസിംഗ് സ്റ്റേഷനറിയും തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേഷനറിയോടൊപ്പം പർച്ചേസ് ചെയ്തേക്കുന്ന സ്റ്റേഷനറി ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റേഷനറി ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയും മിച്ചം കിട്ടുന്ന തുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ക്ലോസിംഗ് സ്റ്റേഷനറി ക്ലോസിംഗ് സ്റ്റോക്കിന് തുല്യമായതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ക്ലാസ്സുകൾ ശരിക്കും ഒരു ഓവർവ്യൂ ആണ്. നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട തിയറി പോർഷൻസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കൃത്യമായി ക്ലിയറായി മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകൾ കൂടി നിങ്ങൾ ദയവായി കാണണം. അതിനകത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയാശംസകളും. ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾ, കുറ്റങ്ങൾ എന്നിവയെല്ലാം ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. നന്ദി.